മറ്റേത് ഭഗവാൻ ഇപ്പോൾ ഗുരുവായൂർ പോയാലും അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും അമ്മയുടെ അടുത്തെത്തുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയും സമാധാനവും ആ ഒരു കംഫർട്ട്, ഭയങ്കര കംഫർട്ട് സോണാണ് അമ്മ എന്ന് പറയുമ്പോൾ അതെനിക്ക് വേറെ എവിടുന്നും കിട്ടാറില്ല. ചേച്ചി എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ ഈ ഉറക്ക നാമമൊക്കെ ജപിക്കുന്നത്? ചേച്ചിക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, വയസ്സാവുമ്പോഴല്ലേ നാമം ജപിക്കേണ്ടതെന്ന്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വേറെ ഏതോ ലോകത്താണ്. അമ്മയും ഞാനും മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. അവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെന്നോ അവരെന്നെ നോക്കുന്നുണ്ടെന്നോ. അതിൽ സുനിലേട്ടൻ പറഞ്ഞു എല്ലാവരും ലക്ഷ്മിയെ തൊഴുതിട്ടും ലക്ഷ്മി എന്തോ അത്ഭുതം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലൊക്കെ നോക്കിയിട്ട് പോയി എന്ന് പറഞ്ഞു. ലക്ഷ്മി ചേച്ചി നമസ്കാരം. നമസ്തേ ചേച്ചി. ഈ അടുത്തിങ്ങനെ സുനിലങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഡൽഹിയിൽ പോയിരുന്നു അല്ലെ. അപ്പോൾ അവിടെ കാർത്യായനി ക്ഷേത്രത്തിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങളിങ്ങനെ പറഞ്ഞു, ചേച്ചി അമ്മയുടെ മുന്നിലെത്തിയതും അവിടെ അങ്ങോട്ട് ഇരുന്ന് ലക്ഷ്മി സഹസ്രനാമം മുഴുവൻ കണ്ണടച്ച് അവിടെ ധ്യാനിച്ചിരുന്ന് ചൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവിടെയുള്ള നോർത്ത് ഇന്ത്യൻസും എല്ലാവരും ചേച്ചിയെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സത്യത്തിൽ ചേച്ചിക്ക് എന്താ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ തോന്നിയ ഒരു ഡിവൈൻ എനർജിയാണോ, അല്ലെങ്കിൽ എന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാനുണ്ടായ ഒരു? അതായത് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് ദേവി ഭക്തയാണ്, അമ്മയുടെ ഭക്തയാണ്. അതായത് ഈ പ്രപഞ്ചത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് അമ്മയാണ്. പ്രകൃതിയെ മുഴുവനും നിയന്ത്രിക്കുന്നത്, പ്രകൃതിയെ തന്നെ നമ്മൾ അമ്മ എന്നല്ലേ വിചാരിക്കുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ അമ്മ, നമുക്ക് ഒരു 80 വയസ്സായി എന്ന് വിചാരിക്കാം. നമ്മളുടെ അമ്മയ്ക്ക് 100 വയസ്സാണെങ്കിലും ആ അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്നിരുന്ന് ആ ചുക്കി ചുളിഞ്ഞ കൈകൾ കൊണ്ട് 80 വയസ്സായ നമ്മളെ 100 വയസ്സുള്ള അമ്മ തടകുമ്പോൾ, അല്ലെങ്കിൽ ആ അമ്മയുടെ ആ കാലിൽ ഒന്ന് തൊട്ടിരിക്കുമ്പോൾ, ആ മടിയിലൊന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ലോകത്തൊരു മനുഷ്യർക്ക് നമുക്ക് തരാനായിട്ട് പറ്റില്ല. ഇത്രയും അമ്മ സ്നേഹിയായ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് അമ്മ എന്ന വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാണ്. പലരെയും എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഞാൻ പലരെയും പ്രതിഷ്ഠിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു അമ്മയായിട്ട് 100% എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് ഓരോ അമ്മമാരെയും ഞാൻ കാണുന്നതും സ്നേഹിക്കുന്നതും. പക്ഷേ എനിക്ക് ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാവും, ഈ അമ്മമാർക്കൊക്കെ അവരുടെ മക്കളുടെ അമ്മയാവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ പ്രസവിച്ച അവരുടെ മക്കളുണ്ടല്ലോ, അപ്പം ആ മക്കളുടെ അമ്മമാരാവാൻ മാത്രമേ ആ അമ്മമാർക്ക് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിരാശയോടെ ഞാൻ ഓരോ അമ്മയുടെ അടുത്തു നിന്നും പടിയിറങ്ങും. അങ്ങനെ എനിക്ക് തോന്നുന്നു, എനിക്കൊരു 20 വയസ്സാവുമ്പോൾ തൊട്ട് ഞാൻ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. 19 വയസ്സ് തൊട്ടിട്ട് ഇങ്ങനെ ചൊല്ലി പഠിച്ചു തുടങ്ങി. 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ ബൈഹാർട്ടായി അങ്ങനെ ചൊല്ലുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ മറ്റേത് ദൈവത്തെ ആരാധിക്കുമ്പോഴും മറ്റേത് ഭഗവാൻ, ഇപ്പോൾ ഗുരുവായൂർ പോയാലും അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും അമ്മയുടെ അടുത്തെത്തുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയും സമാധാനവും ആ ഒരു കംഫർട്ട്, ഭയങ്കര കംഫർട്ട് സോണാണ് അമ്മ എന്ന് പറയുമ്പോൾ അതെനിക്ക് വേറെ എവിടുന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഇത് കലിയുഗമാണല്ലോ, നമ്മൾ ഉറക്ക നാമം ജപിക്കണം എന്നാണ്, നാണം കെട്ടും നാമം ജപിക്കണം നമ്മളെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അമ്മയെ കാണുമ്പോൾ ഇല്ലേ ഭയങ്കര ആഹ്ലാദം ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്ന് ശരിക്കും സാധന ചെയ്തിരുന്നു. അന്ന് രാവിലെ LMRKയുടെ പ്രോഗ്രാമിനാണല്ലോ ഡൽഹി പോയത്. അപ്പൊ അവിടെ അഗ്നിഹോമത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് 45 മിനിറ്റ്സ് ഞാൻ ജപിച്ചു. എൻ്റെ ധ്യാനം ശരിക്കും കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും യൂഷ്വലി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. അന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, നമുക്കിങ്ങനെ അമ്മ പല ഭാവത്തിലും നമ്മളിങ്ങനെ അമ്മയെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കറുത്ത രൂപത്തിൽ 8 കൈകളോട് കൂടിയിട്ട് ഭദ്രകാളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാനും സുനിലേട്ടനും ആദ്യം ഒരു ഹനുമാൻ ക്ഷേത്രത്തിലും ആദ്യം പോയിരുന്നു. അപ്പൊ അവിടത്തെ ഒരു ഭഗവതിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഞാൻ കണ്ട രൂപം എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് ഞങ്ങൾ കാർത്യായനി ക്ഷേത്രത്തിൽ പോകുന്നതും അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, രാവിലെ ഞാൻ ഇദ്ദേഹത്തിനെയാണ് കണ്ടത്, കാർത്യായനി ഭഗവതിയാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഉറക്കെ ഞാൻ എല്ലാം മറന്നുപോകും. അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ എല്ലാം മറന്നുപോകും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വേറെ ഏതോ ലോകത്താണ്. അമ്മയും ഞാനും മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. അവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെന്നോ അവരെന്നെ നോക്കുന്നുണ്ടെന്നോ. അതിൽ സുനിലേട്ടൻ പറഞ്ഞു എല്ലാവരും ലക്ഷ്മിയെ തൊഴുതിട്ടും ലക്ഷ്മി എന്തോ അത്ഭുതം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലൊക്കെ നോക്കിയിട്ട് പോയി എന്ന് പറയുന്നത്. ഒരു ഒന്നാമത്തെ കാര്യം, ഒരു പരിചയമില്ലാത്ത സ്ഥലം, അതും അത്രയും ഉറക്കെ അത് ഫ്രണ്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങളെന്റെ അടുത്ത് ഭയങ്കര ഒരു എല്ലാരും ഭയങ്കര കൗതുകത്തോടെയാണ് നോക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല. ലൈക്ക് നമുക്കൊക്കെ ഒരു സഭാകമ്പം ഉണ്ടാവും. ചേച്ചിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അമ്മയെ എനിക്കറിയാലോ,
അമ്മയ്ക്ക് എന്നെ അറിയാം, എനിക്ക് അമ്മയെ അറിയാം. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്, ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അവിടെ എനിക്ക് ആര് നിന്നാലും എന്ത് നിന്നാലും എനിക്ക് കുഴപ്പമില്ല. നോക്കുന്നില്ല ചുറ്റിനും ആരും ആ, ഒന്നും ആ, നോക്കുന്നില്ല. ആ. അപ്പൊ ഇതുപോലൊരു അനുഭവം ഇവിടെ മാത്രമാണോ അതോ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും അല്ലെങ്കിൽ ഏത് ഭഗവതി ക്ഷേത്രത്തിൽ പോയാലും, അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങള് എന്താ പറയാ, കുറ്റിയങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ താമസിക്കുമ്പോൾ അമ്പലമുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഇതുപോലെ ഇരുന്ന് ഉറക്ക ലളിതാ സഹസ്രനാമം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 23 വയസ്സ് 24 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ആൺകുട്ടി വന്നിട്ട് പറയാണ്, ചേച്ചി എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ ഈ ഉറക്ക നാമമൊക്കെ ജപിക്കുന്നത്? ചേച്ചിക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, വയസ്സാവുമ്പോഴല്ലേ നാമം ജപിക്കേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാല് അപ്പൊ ഞാൻ ആ കുഞ്ഞിന്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു, അവനൊരു 18 19 20 വയസ്സ് അവനും കാണും. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ ഉദ്ദേശിക്കുന്ന വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അത് മോൻ ഉദ്ദേശിക്കുന്ന വയസ്സ് ഏതാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴുള്ള കാര്യം അറിയുള്ളൂ. ഇപ്പൊ ഞാൻ വളരെ ഓക്കെയാണ്. ഇപ്പോഴും ഞാൻ ഇത് ജപിക്കണം എന്നാണ് എന്റെ, ചൊല്ലണം എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ബിഗ് ബോസിലായിരുന്നപ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തും ഒരുപാട് പേര് വിളിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് കേട്ടിട്ട് ലളിതാ സഹസ്രനാമം പഠിക്കണം എന്ന് ആഗ്രഹിച്ച് പഠിച്ച്, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം കേൾക്കാറുണ്ട്, ലളിതാ സഹസ്രനാമത്തെ പറ്റി അറിയാം, പക്ഷെ അവരങ്ങനെ ചൊല്ലാറില്ലായിരുന്നു. പക്ഷേ ലക്ഷ്മി ചൊല്ലുന്നത് കേട്ടിട്ട് ചൊല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞ്, കാണാതെ പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതെ, അത് സത്യമായിട്ട് ഞങ്ങളും ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് ആ ബിഗ് ബോസ് നടന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിക്കും ഇത് നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? അല്ല. പക്ഷെ എന്ന് അത് സ്ഥിരം ആ ലാസ്റ്റ് ഡേ വരെയും ചേച്ചി അത് ഒരിക്കലും മുടക്കിയിട്ടില്ല. അതായത് നമ്മൾക്ക് അഭിനയിക്കുക എന്ന് പറയുന്നത് നമുക്ക് 2 3 ദിവസം മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുറത്തേക്ക് വരും. അവിടെ എന്ത് കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ശരി തന്നെയാണ്. എനിക്ക് കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കഴിവതും കുളിക്കാതെ അടുക്കളയിലും കയറാതിരിക്കാനായിട്ട് നോക്കാറുണ്ട്. ഇപ്പൊ ചിലപ്പോൾ മോൾക്ക് ബസ് നേരത്തെയാണ് വരുന്നത്, ഞാൻ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, അങ്ങനെയുള്ള അപൂർവം അവസരത്തിൽ മാത്രമേ കുളിക്കാണ്ടൊക്കെ അടുക്കളയിലൊക്കെ കയറാറുള്ളൂ. പരമാവധി കുളിക്കും. അല്ലെങ്കിൽ ഇവര് പോയതിനു ശേഷം അപ്പൊ തന്നെ ചെയ്യുന്നത് കുളിയായിരിക്കും. ആ കുളിച്ച് ജപിച്ച് എന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ചിലപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നടക്കാതിരിക്കാറും ഉണ്ട്, അങ്ങനെ സാധിക്കാതെ വരാറും ഉണ്ട്. പക്ഷെ എങ്കിലും അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ഇമോഷൻസും, തെറ്റിന് നേരെ പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ്, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, പിന്നെ എന്താ പറയാ, കരയുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, എല്ലാം ഹാർട്ട് ടു ഹാർട്ട് ആയിട്ട് എടുക്കുന്ന, എല്ലാ റിലേഷൻഷിപ്പ് ആണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു പക്ഷേ ഇനി അവരെ നമ്മൾ കണ്ടോളണമെന്നൊന്നും ഇല്ല, ഒരു യാത്രയിൽ പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവരെ ആണെങ്കിൽ പോലും ഹൃദയം കൊണ്ട് കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അവർ വന്നിട്ട് നമ്മൾ ഇന്നടത്ത് വെച്ച് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എന്താണ് ലാസ്റ്റ് പറഞ്ഞിട്ട് പോയതെന്ന് പോലും ഞാൻ ഓർത്ത് പറയാറുണ്ട്. അത്രയ്ക്കും ഞാൻ എല്ലാ റിലേഷൻഷിപ്പിനെയും വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ചേച്ചി 2-3 ദിവസത്തെ പരിചയമുള്ളെങ്കിലും എനിക്ക് ശരിക്കും അത് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം. കാരണം നമുക്ക് സിനിമ കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിലാണ് ചേച്ചിയെ കണ്ടിട്ടുള്ള പരിചയമുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമുക്കറിയില്ലല്ലോ ഇങ്ങനെയാണോ, പക്ഷെ എക്സാക്ട്ലി ആ ബിഗ് ബോസിൽ എന്തായിരുന്നോ ചേച്ചി അത് തന്നെയാ ചേച്ചി. അത് സംസാരമായിക്കോട്ടെ, നമ്മളോടൊക്കെ ഇടപെടുന്നതായിക്കോട്ടെ, എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മള് 4 ദിവസം പിക്നിക് മൂഡിലായിരുന്നു. നമ്മള് നാവാമൂന്നിന്റെ അടുത്ത് ഞങ്ങള് തിരുനാവായയില് കുംഭമേളക്കാണ് പോയത്. പക്ഷെ ഞങ്ങള് കുംഭമേള അത് പാർട്സ് ഓഫ് ആത്മീയത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പാട്ട് മാത്രമാണ്. പക്ഷെ അതിൽ കവിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതും ഒരു ആത്മീയതയാണ് അല്ലെ. ഈ മൊമെന്റിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതും ആത്മീയതയാണ്. അപ്പൊ അതിനെ അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പൊ ഞങ്ങള് ശരിക്കും ഒരു ട്രിപ്പ് ഒക്കെ പോയ ഒരു മൂഡില്, കോളേജിൽ നിന്ന് ട്രിപ്പ് പോയ ഫീലിലായിരുന്നു ഞങ്ങള്. സത്യം പറഞ്ഞാൽ ഞങ്ങള് പോയ അത്ര ആൾക്കാർ ആർക്കും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ചേച്ചി ത്രൂ ഔട്ട് ഞങ്ങള് കഥകൾ കേൾക്കുമായിരുന്നു. എന്തോരം കഥ പറഞ്ഞു, എന്തോരം ചേച്ചിക്ക് കഥയ്ക്ക് സ്റ്റോക്ക്, നമ്മൾ പിഷാരിച്ചന്റെ ഒക്കെ കാര്യം പറയുന്നല്ലോ ചേച്ചി, കഥകൾക്ക് സ്റ്റോക്കിന് ഒരു കുറവില്ല. ചില സമയത്ത് അതങ്ങനെ വരുള്ളൂ എന്നുള്ളൂ, വെള്ളം പോലെ ഇങ്ങനെ വരും. ചില സമയത്ത് വളരെ സൈലന്റ് ആയിട്ട് അപ്പൊ കേൾക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവും, അങ്ങനെ ഇരിക്കും. അതെ, എന്റെ അമ്മ അത് പ്രത്യേകം പറഞ്ഞു, നമ്മൾ അതിൽ കാണുന്ന പോലെ കണ്ട അതേ ആള് തന്നെയാണല്ലേ. ശരിക്കും ആ സമയത്തൊക്കെ കുറെ ആൾക്കാരെ കമന്റ്സും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതായത് ഇത് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അതിനകത്ത് കാണിക്കുന്ന. പക്ഷെ അങ്ങനെയല്ല ചേച്ചി, ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം വെക്കാനും വിളമ്പി കൊടുക്കാനുമാണ്. എനിക്കത് കഴിക്കണം എന്നും കൂടിയില്ല. ആൾക്കാരുടെ അടുത്ത് നിന്ന് അവർക്ക് അങ്ങനെ സന്തോഷമായിട്ട് വിളമ്പിയൊക്കെ കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ വീണ്ടും നമ്മൾ ധ്യാനത്തിലോട്ട് വരുന്ന സമയത്ത് ചേച്ചി ശരിക്കും ധ്യാനിക്കുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷമാണോ, അല്ലെങ്കിൽ
പഴയ കാര്യങ്ങളോ എന്തായിരിക്കും ചേച്ചി ചെയ്യുന്ന സമയത്ത്? അതായത് ഡിപ്പെൻസ്. അതായത് പഴയ കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് ഇല്ല. നടക്കാറൊന്നുമില്ല. ഇപ്പം ഇത് കഴിഞ്ഞു. ഈ ഒരു സംഭവം കഴിഞ്ഞു. ഒരാള് മരിച്ചു. മരിച്ചു. നമ്മൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. ചെയ്യാൻ പറ്റില്ല. ജനിച്ചവർക്കൊക്കെ മരണമുണ്ട് അല്ലേ? ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കുട്ടി ഇന്നതൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഒരു നിയോഗമായിരുന്നു. അതെന്റെ ഒരു വിധിയായിരുന്നു. അതവിടെ കഴിഞ്ഞു. അതോർത്ത് ദുഃഖിച്ചിരിക്കാനൊന്നും എന്നെക്കൊണ്ട് ഇല്ല. പറ്റില്ല. ഓക്കെ. അപ്പോൾ പക്ഷേ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം വരും. അതായത് അന്ന് ഉണർന്നപ്പോൾ മുതല് രാത്രിയാണ് ഇപ്പൊ ജപിക്കുന്നതെങ്കിൽ അന്ന് രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങള് ഉണ്ടായി എന്നുള്ളത് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു പോകും. അതിൽ തെറ്റുകളും ഉണ്ടാവാം, ശരിയും ഉണ്ടാവാം. അതെ. എന്നെ ഞാൻ പരുവപ്പെടുത്തുന്നത്, എന്നെ പ്യൂരിഫൈ ചെയ്യുന്നത്, എന്നെ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈവനിങ് ധ്യാനത്തിലാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകളും ശരികളും എല്ലാം വരും. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്കത് ഐ ഹാവ് ടു ചേഞ്ച് ദിസ് എന്നുള്ളൊരു മാറ്റർ എൻ്റെ മനസ്സിലേക്ക് വരും. ഞാൻ ചെയ്തത് ഇത് മോശമായിപ്പോയി, അതിനെ ഞാൻ തിരുത്തണം എന്ന് തോന്നും. 2 മനുഷ്യർ തമ്മിലാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അയ്യോ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷമ പറയാൻ ശ്രമിക്കാറുണ്ട്. അത് ആരോടും. എൻ്റെ മകളോടാണെങ്കിൽ പോലും മധു ഇന്നലെ അമ്മ കുറച്ച് വേസ്റ്റായിട്ട് പെരുമാറി, അത് വളരെ മോശമായിപ്പോയി, ഐ എം റിയലി സോറി എന്ന് പറയാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യവും പാപവും എല്ലാം അവിടെ അമ്മയുടെ സവിധത്തിലാണ് സമർപ്പിക്കുന്നത്. ആ ഒരു സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ കുറേ നമ്മൾ പറയാറുണ്ടല്ലോ കണ്ണടച്ചപ്പോൾ ഉടനെ നമ്മൾ വേറെ ലോകത്തോട്ട് പോയിന്ന്. അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാ ചിന്തകളും വരും. നമുക്ക് എല്ലാത്തരം തമാശ എല്ലാത്തരം ചിന്തകളും വരും. ചില സമയത്ത് ഞാനിരുന്ന് തമാശകൾ കടന്നുപോയ തമാശ ഓർത്തിരുന്ന് ചിരിക്കാറും കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ പോയി കുറേ സമയം കഴിയുമ്പോഴാണ് നമ്മളും നമ്മുടെ ഉപാസനാമൂർത്തിയും മാത്രമാകുന്ന ഒരു സമയത്തേക്ക് വരുന്നത്. അത്തരം സമയത്താണ് നേരത്തെ പറഞ്ഞ പോലെ 8 കൈയായിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വന്ന് വെറുതെ ഒരു അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നല്ല അർത്ഥം. അങ്ങനെ ഒരു ഐഡോളായിരിക്കും കാണുന്നത്. അങ്ങനെ ഒരു വിഗ്രഹം പോലെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ടാവുക. അങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. അത്രേ ഉള്ളൂ. ചേച്ചി തന്നെ ആ രൂപമായിരിക്കും. അങ്ങനെ രൂപം വരാറുണ്ട്. പിന്നെ നമ്മൾ ജപം എപ്പോഴും ജപിച്ച് രൂപത്തെയാണ് ധ്യാനിക്കുന്നത് ആദ്യം. ആ രൂപം മാറി നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഭഗവതി ആണെങ്കിൽ നമ്മളാണ് ഭഗവതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഷ്ടകം ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ജപിച്ച് ആ ഭാവത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് രൂപമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു രൂപവും കാണാതെ ഇരുട്ട് മാത്രം ആവണം. അതാണല്ലോ സത്യം എന്ന് പറയുന്നത്. ഇരുട്ടാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം, രാത്രി. അപ്പം ആ ഇരുട്ടിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ശരിക്കും ധ്യാനത്തിന്റെ ഒരു അടിസ്ഥാനം പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇപ്പം ചേച്ചി കുറച്ചും പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ലളിത സഹസ്രനാമം ഒക്കെ ചൊല്ലണം എന്ന് തോന്നിയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പം ധ്യാനിക്കാൻ ഇപ്പോഴാണെങ്കിലും ഇനിയാണെങ്കിലും തുടങ്ങാനിരിക്കുന്ന ഓൾറെഡി ചെയ്യുന്നവരോടൊക്കെ ചേച്ചിക്ക് എന്താ ഒരു ടിപ്പോ അല്ലെങ്കിൽ എന്താ? അതായത് നമ്മൾ ഓടിപ്പോയിട്ട് അങ്ങോട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും നമുക്കൊരു ഗുരു കൃപ ആവശ്യമാണ്. ഒരു ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ഒരാളുടെ അടുത്തുനിന്ന് ഒരു ദീക്ഷ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഗുരു, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളിൽ നിന്നും നമ്മളൊരു മന്ത്രദീക്ഷ എടുക്കുക, ഒരു മന്ത്രം എടുക്കുക. ആ മന്ത്രമാണ് നമ്മൾ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജപിക്കുന്നത്, നമ്മൾ സാധന ചെയ്യുന്നു എന്ന് പറയുന്നത് ആ മന്ത്രമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗുരുവിനെ കിട്ടാനോ ഒരു മന്ത്രം എടുക്കാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ വീട്ടിൽ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിപ്പം 11:30 മണിയായെന്ന് വെച്ചോളൂ, നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മൾ ഐബ്രോസ് വളരുമ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട് പോവാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ മിക്കപ്പോഴും ഞാൻ അടക്കമുള്ള ആൾക്കാർക്കൊക്കെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു സമയം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ അവർ മറ്റുള്ളവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ശരിക്കും അയ്യോ രാജേട്ടൻ്റെ ഇഷ്ടത്തിനാണ് ചോറും കറിയും വെക്കുന്നത്, എൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ മറന്നുപോയി എന്നൊക്കെ ചില വീട്ടമ്മമാർ പറയാറുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഇഷ്ടങ്ങളുടെയും അനിഷ്ടത്തിന്റെയും ഒക്കെ പുറകെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ശരീരം എന്നുള്ളത് നിലനിർത്തുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നിങ്ങൾ ധ്യാനത്തെ അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷനെ
സ്വീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ രാത്രി 11:30 ആയെന്ന് വെക്കുക, പിന്നെ ഒരു 20 മിനിറ്റ്, ആ 20 മിനിറ്റ് എൻ്റെ സ്വന്തമാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നിലത്ത് ചമ്രം പടഞ്ഞങ്ങോട്ട് ഇരിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിലത്തിരിക്കുന്നത് തന്നെയാണ്. കണ്ണടച്ച് നിലത്തിരിക്കുന്ന ചമ്രം പടഞ്ഞിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കാല് നീട്ടി വെച്ചിട്ടിരുന്നോളൂ. പക്ഷെ എനിക്ക് കസേരയിൽ ഇരിക്കുമ്പോഴേക്കും എനിക്ക് കംഫർട്ട് അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു പോസ്ചർ കറക്റ്റ് ആവില്ല എന്ന് തോന്നാറുണ്ട്. പിന്നെ മണ്ണ് നമുക്ക് ഒരുപാട് എനർജി തരും, അതിൽ നിന്നൊരു ഭയങ്കരമായ എനർജി ഉണ്ട്. അപ്പം ആ എനർജി നമുക്ക് കിട്ടിക്കോട്ടെ. അതുകൊണ്ട് കണ്ണടച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് എന്നായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മളപ്പോൾ കുരങ്ങനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ആയിക്കോട്ടെ, വെറുതെ കണ്ണു തുറക്കില്ല എന്നുള്ളൊരു വാശി മാത്രം മതി. ആ വാശിയിൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. 20 മിനിറ്റ്, ചിലപ്പോൾ 2 മിനിറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, മതി. അടുത്ത ദിവസം കൂട്ടുക. അങ്ങനെ കൂട്ടി ഒരു 20 മിനിറ്റ് നന്നായിട്ട് കണ്ണടച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പോട്ടെ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവും. ഞാൻ കരയാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കൂടുതലും കരയുന്നത് എൻ്റെ ഒരു ആനന്ദത്തിന്റെ പരമാനന്ദത്തിന്റെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ കരയുന്നത്. കരഞ്ഞു പോകും. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആനന്ദം കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദം. അപ്പോൾ കരയും, തീർച്ചയായിട്ടും കരയും. അപ്പോൾ എന്താ പറയാ, അങ്ങനെ ഇരിക്കുക. എന്നിട്ട് പതുക്കെ പിന്നെ നിങ്ങൾക്ക് തോന്നും അത് കൃത്യമായ ഒരു ടൈമിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾക്കിപ്പോൾ ട്രാവൽ ചെയ്യണമെന്നിരിക്കുക, കാറിലിരുന്നിട്ടാണെങ്കിലും കാല് കയറ്റി വെച്ച് ചമ്രം പടഞ്ഞ് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാം. അപ്പം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെ പടിയായിട്ട് ധ്യാനത്തെ സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയുക. ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ശരി.